ഇന്ന് തിയോളജി ആസ്പദമാക്കിയ ചില വിഷയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആയതിലേക്കായി കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി ചില ദൈവവചനത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പ്രത്യാശയിൽ നിന്നും നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നു കൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപാകെ നിൽക്കും. ഇതാണ് വാക്യം. അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വിഷയങ്ങൾ ഓർപ്പിക്കുന്നത് ഇതാണ്. ഒന്ന്, ക്രിസ്തീയ വിശ്വാസിയുടെ ചുമതലയാണ് ദൈവിക ഉപദേശത്തിൽ ഉറച്ചിരിക്കുക എന്ന്. രണ്ട്, ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി തീരുവാനുള്ള ഏറ്റവും നല്ല വഴി അടിസ്ഥാന ഉപദേശങ്ങൾ അല്ലെങ്കിൽ ട്രൂ ഡോക്ട്രിൻ ഗ്രഹിക്കുക എന്നതാണ്. ദൈവിക ഉപദേശത്തിൽ ഉറച്ചിരിക്കുക എന്നാണ്. രണ്ടാമത്, ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണമെങ്കിൽ തിരുവെഴുത്തുകൾ പറയുന്ന അടിസ്ഥാന വേദോപദേശങ്ങൾ നന്നായി ഗ്രഹിക്കണം എന്നുള്ളതാണ്. ക്രിസ്തീയ വിശ്വാസികളെ രണ്ടായി തിരിയാം. പല വിധത്തിൽ കാറ്റഗറി ഉണ്ടെങ്കിലും ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി മാത്രം പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവർ. രണ്ട്, ദൈവവചനത്തിൽ ഉറപ്പില്ലാത്തവർ. ഈ രണ്ട് കൂട്ടരാണ് ആധുനിക വർത്തമാനകാല ക്രൈസ്തവ സഭകളിൽ, പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ എന്ന് അഭിമാനിക്കുന്നവരും ദൈവവചനത്തിൽ എല്ലായിടത്തും അകൃഷ്ടരാണെന്നും തങ്ങൾ പറയുന്നതും ചെയ്യുന്നതെല്ലാം സത്യമാണെന്നും അത് തിരുവെഴുത്തിൻ പ്രകാരമാണെന്നും സ്വയം അഭിമാനിക്കുന്നവരോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാണോ? രണ്ട്, ദൈവവചനത്തിൽ ഉറപ്പുള്ളവരാണോ? അപ്പോസ്തോലിക പ്രാർത്ഥന തന്നെ ഇപ്രകാരമായിരുന്നു: സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. 1 പത്രോസ് 5:10. അതായത് നാം ഉൽക്കകളെ പോലെ ശൂന്യാകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ മിന്നൽ പിണർ പോലെ കത്തി വരുന്ന ഉൽക്കകളെ പോലെ പലപ്പോഴും പ്രത്യക്ഷമായി കത്തി ജ്വലിക്കുന്നവരാകാനല്ല തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. മറിച്ച് ഉറച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെ, വീഴാത്ത നക്ഷത്രങ്ങളെ പോലെ. വീഴുന്ന നക്ഷത്രങ്ങളെ കുറിച്ചുണ്ട്, വീഴാത്ത നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവർ ഉൽക്കകളെ പോലെയാണ്. ദൈവവചനത്തിൽ ഉറപ്പില്ലാത്തവർ ചാഞ്ഞ മതിലും ആടുന്ന വേലിയെ പോലെയാകും. യൂദാ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ വക്രഗതിയുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്രകാരമുള്ളവർ വിശ്വാസത്തിൽ ഉറപ്പില്ലാതെ ഇളകുന്നവരായി ഒരഭിപ്രായത്തിൽ നിന്ന് മറ്റൊരഭിപ്രായത്തിലേക്കും ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്കും ഒരു പ്രമാണത്തിൽ നിന്ന് മറ്റൊന്നിലേക്കും ചാഞ്ചാടിപ്പോകുന്നവരെ നാം എന്താണ് വിളിക്കുക? അതുകൊണ്ട് ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ കൂടെ അപ്പോസ്തലൻ പൗലോസും ക്രൈസ്തവ സഭയോടും യൂദായും തൻ്റെ എഴുത്തിലൂടെ നമ്മളോട് ചോദിക്കുന്നത്, നാം എപ്രകാരമാണ്? ഉൽക്കകളാണോ? സ്ഥിരതയുള്ള നക്ഷത്രങ്ങളാണോ? ക്രിസ്തുയേശുവിൽ അടിസ്ഥാനമിട്ടവരായി നിത്യതയ്ക്ക് കാത്തിരിക്കുന്നവരാണോ? അതോ ഭൗതികതയ്ക്ക് വേണ്ടി മാത്രമാണ്? ഇന്നത്തെ പെന്തക്കോസ്റ്റൽ പാസ്റ്റേഴ്സ്, എക്സ്പെഷ്യലി ന്യൂ ജനറേഷൻ്റെതെല്ലാം ഒരുതരം ലൂസിഫർ മിനിസ്ട്രിയാണ്. അടുത്ത ചില എപ്പിസോഡുകൾ ഇതിനെ സംബന്ധിച്ചായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ലൂസിഫർ മിനിസ്ട്രിയുടെ പ്രത്യേകത എന്താണ്? കൾട്ട്. എന്താണ് ദുരുപദേശങ്ങൾ? അതിൻ്റെ ഇംഗ്ലീഷാണ് കൾട്ട്. ദുരുപദേശങ്ങൾ എന്താണെന്ന് ചില എപ്പിസോഡുകൾ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അത് അധികം വൈകാതെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഒരു ഉപദേശത്തിൽ നിന്ന് മാറാതെ ഗലാത്യ ലേഖനത്തിൽ 3:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും ഇതാണ് പറയുന്നത്. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പൗലോസ് ചോദിക്കുന്നത് പോലെ ഗലാത്യ സഭകളിൽ മാത്രമല്ല, ഇന്നത്തെ ക്രൈസ്തവ സഭകളെല്ലാം തന്നെ അങ്ങനെയല്ലേ? എപ്പിസ്കോപ്പൽ സഭകൾ ശരിയല്ലെന്നും അവിടെ ഉപദേശങ്ങൾ ശരിയല്ലെന്നും രക്ഷാമാനസാന്തരം സ്നാനം നിത്യമെന്നും അവർ പ്രസംഗിക്കുന്നില്ലെന്നും പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർക്ക് പറഞ്ഞിട്ടാണല്ലോ നാം എല്ലാം അങ്ങനെ വന്നത്. ഇപ്പോൾ ഇന്നത്തെ നിലവാരം എങ്ങനെയാണ്? നമ്മളുടെ ഗതി എന്താണ്? നിത്യതയുടെ അടയാളം, ലക്ഷ്യം പോയില്ലേ? സമ്പത്തായില്ലേ? അന്ന് ഒരു കാലത്ത് നാം വിട്ടുകളഞ്ഞതും വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനമെന്ന് നമ്മുടെ മുൻ തലമുറകൾ
നിത്യതയിൽ ചേർക്കപ്പെട്ടവർ നമ്മളോട് പറഞ്ഞത് ഉപദേശിച്ചതുമായ അടിസ്ഥാന പ്രമാണങ്ങൾ ഇന്ന് ആരാണ് പാലിക്കുന്നത്? ലക്ഷങ്ങളും നൂറുകണക്കിനുള്ള അംഗങ്ങളുള്ള ഏത് സഭകളാണ് ഉപദേശത്തിൽ നിലനിൽക്കുന്നത്? ഇന്ന് പുതിയ തലമുറയെ നിങ്ങൾ എങ്ങനെ നേടാൻ കഴിയും? ഇന്നത്തെ ഇടയന്മാരോടും സൂപ്രണ്ടന്മാരും ഓവർസിയർമാരോടും സെൻട്രൽ പാസ്റ്റർമാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, പൗലോസ് പറഞ്ഞത് വ്യർത്ഥമായോ? അന്നത്തെ മുൻ തലമുറകൾ നമ്മളെ പഠിപ്പിച്ചത് വ്യർത്ഥമായോ? നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് വചനം പറയുന്നത്? ഓരോ വർഷവും കൃത്യമായ സമയത്ത് നിങ്ങൾ വിളിച്ചുകൂട്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് വിശ്വാസികളിൽ നിന്ന് പണം പിരിച്ച്, അതെ, നിങ്ങൾ നടത്തുന്ന കൺവെൻഷനിൽ എന്ത് സുവിശേഷമാണ് നിങ്ങൾ, എന്ത് നിത്യതയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്ത് രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്? എന്ത് ആത്മീയതയെക്കുറിച്ചാണ് നിങ്ങൾ പറയാനുള്ളത്? വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരും ദൈവവചനത്തിൽ ഉറപ്പില്ലാത്തവരുമായുള്ളവരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ വിശ്വാസ പ്രമാണത്തിൽ വന്നിട്ട് നിങ്ങൾ എന്ത് നേടി? മറ്റൊരാളെ ക്രിസ്തുവിലേക്ക് നേടാൻ കഴിഞ്ഞോ? സ്വന്തം കുടുംബത്തെ നേടാൻ കഴിഞ്ഞോ? സ്വന്തം മക്കളെ നേടാൻ കഴിഞ്ഞോ? എല്ലാം അയഞ്ഞു മാറിയ അവസ്ഥയായി. ഇങ്ങനെയുള്ളവർ രൂപനെ പോലെ തുളുമ്പുന്നവരാണ്. ഇവർ നങ്കൂരമില്ലാത്ത കപ്പൽ പോലെ ആയതിനാൽ ആലയത്തിലെ തൂണാകാൻ കഴിയില്ല. യാക്കോബിന്റെ മൂത്ത മകനാണ് രൂപൻ. പക്ഷേ വെള്ളം പോലെ തുളുമ്പുന്ന സ്വഭാവമുള്ള ഇടയന്മാരും അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ ഉറപ്പിച്ചു നിർത്തുക? തരമായ മതഭേദങ്ങൾ നുഴയിക്കുന്നവരാണെന്നാണ് 2 പത്രോസ് 2:1. മതഭേദം എന്നത് സ്വയമായ തിരഞ്ഞെടുപ്പ് എന്നതാണ് അർത്ഥം. ഒരു മതത്തിലോ സഭയിലോ അവരുടെ വിശ്വാസികൾ അംഗീകരിക്കപ്പെട്ട വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ ആണ് മതഭേദക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കത്തോലിക്കർ മാർട്ടിൻ ലൂതറിനെ മതഭേദക്കാരെന്നും പ്രൊട്ടസ്റ്റന്റുകാരെ അവഹേളിക്കാൻ കാരണം ഒരു മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതല്ല, മതഭേദമായി അന്നും ഇന്നും പറയുന്നുവെങ്കിൽ എൻ്റെ തിരിച്ചുള്ള ചോദ്യം, കത്തോലിക്കർ സഭയാണോ മതമാണോ? എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രധാനമാണ് ഈ കത്തോലിക്കർ. അവരെ തന്നെ ക്നാനായരും മറ്റു പലതരത്തിലുള്ള ലത്തീൻ കത്തോലിക്കർ വേറെ. രണ്ടാമത്താണ് യാക്കൂബ് ബുർദാനായുടെ ആൾക്കാരും മറ്റു വിഭാഗങ്ങളും. അങ്ങനെ എപ്പിസ്കോപ്പൽ തന്നെ 2 വിഭാഗമാണ്. ഞാൻ അവരോട് ചോദിക്കുന്നത്, മതഭേദം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾ യഥാർത്ഥ ക്രിസ്തീയതയിലാണോ? ക്രിസ്ത്യാനികളിൽ നിന്ന് അവകാശപ്പെട്ട ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്നല്ലേ? പ്രൊട്ടസ്റ്റന്റുകാരൻ തെറ്റിപ്പോയി, എപ്പിസ്കോപ്പൽ ഒരുപോലെ തെറ്റിപ്പോയ ഇനി അടുത്ത തലമുറയെ നാം എങ്ങനെ നേടും എന്നതാണ് ചോദ്യം. നമ്മുടെ ടോപ്പിക്ക് മറക്കരുത്, ഇളകാത്ത വിശ്വാസം. ആരിൽ നിന്നാണ് ഇളകാത്തത്? ക്രിസ്തു ഇളകാത്തതാണ്. ദൈവവചനം എന്നേക്കും സ്ഥിരമായതാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തി ഇളകാത്ത വിശ്വാസമുള്ളവരായി ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർക്കേണ്ടതാണ്.